ഒരു പ്രശ്നമുണ്ടല്ലോ, ഉമ്മക്ക് കണ്ണാടിയിൽ കാണാൻ പറ്റും. ഇതൊക്കെ വയറ്റിൽ പോയാൽ കുറച്ച് ദിവസം എടുക്കും. ഇത് സംഭവം എന്ന് വെച്ചാൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഫസ്റ്റ് പറയേണ്ടി വന്നോണ്ട് ഒന്ന് ചിന്തിക്കാനുള്ള ഐഡിയ കിട്ടിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അബിബി വ്ലോഗ്സ്. അപ്പൊ ഇന്ന് നമ്മള് എന്താണ് ചെയ്യാൻ പോണ? അപ്പൊ നമ്മളെ കൂടെ ഇന്ന് രണ്ടുപേരോടെ ഉണ്ട്. എന്റെ രണ്ട് മക്കളാണ്. അപ്പൊ നമ്മള് ലോട്ടിട്ടാണ് ഇമ്പോസിനെ ചൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മളിതില് ഫുഡ് ഐറ്റം ആണ് എഴുതിയിരിക്കുന്നത്. എല്ലാ തുണ്ടും ഫുഡ് ഐറ്റം ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇടാം ഇതാർക്കാണെന്ന്. ഒരു പ്രശ്നമുണ്ടല്ലോ, ഉമ്മക്ക് കണ്ണാടിയിൽ കാണാൻ പറ്റും. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഐറ്റം. വെജിറ്റബിൾ ആണ് ഒരു ഇതൊക്കെ വയറ്റിൽ പോയാൽ കുറച്ച് ദിവസം എടുക്കും. ഇത് അന്യയാണ്, ഭയങ്കര അന്യയാണ്. പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും. മലയാളികളെ ഫേവറേറ്റ് ഐറ്റം. ഇതൊരു മഞ്ഞ കളർ സാധനമാണ്, പക്ഷെ എന്തൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് കടയിലും കിട്ടും, വീട്ടിലുണ്ട്, വീട്ടിലുണ്ടാക്കും. ഇതും ബീഫുമായിട്ടൊരു അടിയുണ്ട്. ഓ സെറ്റ് സാധനം. ഇതില് ഭയങ്കരമായിട്ട് ഓയില് മൈദ യൂസ് ചെയ്യും. എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചെടുത്താൽ എന്തൊരു ടേസ്റ്റ് ആണെന്ന് അറിയാമോ. ടൊമാറ്റോയോ എന്താ കിട്ടിയത്? അതാണ് നിനക്ക് എന്താ കിട്ടി? പൊറോട്ട. പിന്നെ പൊറോട്ടയ്ക്ക് മഞ്ഞ കളറാ. മനസ്സിലായി. ഞാൻ ആലോചിക്കും വലിയമ്മക്ക് എന്നെ പൊറോട്ട ഇട്ട് വലിയമ്മ പൊട്ടറ്റോ ആയിട്ട് വായിച്ചു. മോസ്റ്റ് എടുത്തോ. തുടങ്ങിയ ലാസ്റ്റ് ആണ് എനിക്ക്. തുറോ, ആരും കാണരുത്. ഉമ്മനല്ല തുടങ്ങിയോ? ഉമ്മന തുടങ്ങിയോ? ഇത് നല്ല മണമുള്ളതാണ്. ഇത് വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും, കടയിലും വാങ്ങാൻ കിട്ടും. ഇത് കഴിക്കാൻ പറ്റും. ക്രിസ്പിയാണ്. ഒരു മിനിറ്റ്, എന്താ പറഞ്ഞു? കഴിക്കാൻ പറ്റൂന്ന്. ഫുഡ് ഐറ്റം എന്ന് പറയുമ്പോ കഴിക്കാൻ പറ്റുന്നതാണ്. കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എന്ത്? ആ ഫുഡ് ഐറ്റം ആകുമ്പോ കഴിക്കാൻ പറ്റുന്നതാണല്ലോ. ഫുഡ് ഐറ്റം ചലഞ്ച് എന്ന് ഓൾറെഡി പറഞ്ഞല്ലോ. അച്ചു വേറെ പറയണേ. അച്ചു ഒന്നുകൂടി വേറെ പറ. ഇത് നമുക്ക് ഓയിൽ യൂസ് ചെയ്യാം. അടുത്ത് ശർമ്മ. നല്ല ക്രിസ്പിയാണ്, സോഫ്റ്റ് ആണ്. പറഞ്ഞു. ഇത് നല്ല കട്ടിയുള്ള സാധനമാണ്. ഇതില് മാവ് യൂസ് ചെയ്യും. ഇത് കഴിക്കുന്ന ഒരു വ്ലോഗ് ഞങ്ങൾ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പാലുണ്ട്. ഓക്കെ, ചർമ്മ പറഞ്ഞോ. ഇതിന് ഓയിൽ യൂസ് ചെയ്യും. അത് ഓൾറെഡി ആരോ പറഞ്ഞു. ഓയിൽ പറഞ്ഞു. ഇത് ഫ്രൈ ചെയ്യും. ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഫുഡ് ഐറ്റമാണ്. ഇതൊരു അനിമലിന്റെ ആണ്, പക്ഷെ അത് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര ടേസ്റ്റ് ആണ്. അതിനല്ലേ ഞാൻ പറഞ്ഞ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡ് ഐറ്റം. ഇത് ഭയങ്കര സ്മെല്ലുള്ള ഫുഡാണ്. ഇത്രയും മതിയും തോന്നണേ. എനിക്ക് മനസ്സിലായി. ഉമ്മ ആരാണെന്ന് ഗസ് ചെയ്തോ. ഒരാളെ പേര് പറഞ്ഞു. ഇതിൽ ആർക്കാണ് ഉമ്മ കിട്ടിയ ഫുഡ് ഐറ്റത്തില് അത് റിലേറ്റബിൾ അല്ലാത്ത കാര്യം പറഞ്ഞ ഒരാളെ ആരാണോ അവര് പറഞ്ഞു. അച്ചു പറഞ്ഞു. ഞാനും ശർമ്മ. ഇതിന് ഞാൻ പറയാം കാരണം എന്താന്ന് വെച്ചാ പാലൊഴിക്കൂന്ന് പറഞ്ഞു. അത് ശർമ്മ. അടുത്ത നീ പറഞ്ഞു. കാരണം പാലൊഴിക്കുന്ന് പറഞ്ഞേ. ഉമ്മ പറഞ്ഞു. പാലൊഴിക്കുന്ന പറഞ്ഞാണ്. ഉമ്മക്ക് എന്താ കിട്ടിയ? എനിക്ക് ഫ്രൈഡ് ചിക്കൻ. നിനക്ക്? എനിക്ക് ഫ്രൈഡ് ചിക്കൻ.
ഈ റൗണ്ടില് അച്ചു ജയിച്ചിരിക്കുന്നു. ഈ ബുദ്ധിയില്ലാത്ത പെണ്ണ് കാരണമാണ് നമ്മളെല്ലാരും തെറ്റിപ്പോയത്. ഈ ബുദ്ധിയില്ലാത്ത ഒരു പെണ്ണ് കാരണമാണ്. ഫസ്റ്റ് ശരണം എടുത്തോ അച്ചു. അമ്മ 2 ഉണ്ടേത്. ആ ശരണ എന്നെ ആദ്യം പറഞ്ഞു തുടങ്ങിയോ. അടുത്ത് ഒരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യും, കൊറേ സാധനങ്ങൾ യൂസ് ചെയ്യും. റൈസ് യൂസ് ചെയ്തിട്ട് വെള്ളമൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. മണമുണ്ട്. ഇതില് സാധനങ്ങൾ കൂടുമ്പോ അതിന്റെ ടേസ്റ്റ് കൂടും. ഇത് വെജും ഉണ്ട് നോൺ വെജും ഉണ്ട്. ഇത് എരിവ് പുളി എല്ലാം ചേർത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അടുത്ത് ശരണ. ഉപ്പുണ്ട്. ഇതില് നോൺ വെജ് യൂസ് ചെയ്യുക. സെറ്റ്. ഇതില് ഇത് കഴിക്കാൻ വേണ്ടി അച്ചാർ യൂസ് ചെയ്യാം. അച്ചാർ പിക്കിൾ. അടുത്ത മാറും. ഇത് കഴിക്കാൻ വേണ്ടിട്ട് വെജ് ഉപയോഗിക്കും. വെജ് ഉപയോഗിക്കും. എന്തോ വെജ് ഉപയോഗിക്കും? വെജിറ്റബിൾസ് ഉപയോഗിക്കും. ആ ഓക്കെ. പിന്നെ സൂപ്പൊക്കെ പോലെ. അടുത്ത ഇതിന് കൊറേ ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടാ. ഇത് കടയിൽ വാങ്ങാനും കിട്ടും, നമുക്ക് വീട്ടിലുണ്ടാക്കാനും പറ്റും. എല്ലാ ഫുഡ്സും വീട്ടിലുണ്ടാക്കാനും കടയിൽ ആ വാങ്ങാനും. അതിനെന്ത് പറഞ്ഞൂടെ. ഇതിനോട് നല്ല കരിവാട് യൂസ് ചെയ്യും. ഞാൻ പറയാം, ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. എന്തായാലും ഉമ്മച്ചിയല്ല, അബി അല്ലെങ്കിൽ ശരണയാണ്. ഒരാളെ പറ, അങ്ങനെ 2 പേരില്ല. പറ ഓക്കേ, ശരണ. ഉമ്മ പറ ആരായിരിക്കും? നമ്മൾ 3 പേരില്ലാരാ? ഷർണ. ഞാനും ശരണ. അബീക. നമ്മളെ കണ്ടുപിടിച്ച് ആദ്യത്തെ ടേസ്റ്റ് തന്നെ മനസ്സിലായി. എന്റെ ക്ലാസ്സിൽ ഇങ്ങനെ റൂമിലുണ്ടല്ലോ ഇട്ട് കളിക്കുമ്പോ പറഞ്ഞേ ഇവരെല്ലാരും പൂവാണ് എഴുതിയത്. ഞാൻ ഉടനെ പറഞ്ഞു പല പല ബ്രാൻഡിലുണ്ട്. അല്ല, ഇത് സംഭവം എന്ത് പറ്റിയെന്ന് വെച്ചാ ഫസ്റ്റ് പറയേണ്ടി വന്നോണ്ട് ഒന്ന് ചിന്തിക്കാനുള്ള ഐഡിയ കിട്ടിയില്ല. അപ്പൊ ഈ ഗെയിമിലെ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉള്ളത് ഷെർണക്ക് 1 പോയിന്റ്, അച്ഛന് 3 പോയിന്റ്, എനിക്ക് 2 പോയിന്റ്, ഉമ്മക്ക് 2 പോയിന്റ്. അപ്പൊ ഇതിൽ ജയിച്ചിരിക്കുന്നത് അച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഫണ്ണായിട്ട് തോന്നിയെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.